സുചിത്രയുടെയും പ്രണവിൻ്റേതായ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടപ്പുണ്ട്. സുചിത്രയും പ്രണവും അമ്മുമ്മയെ കാണാൻ എത്തിയതാണോ എന്ന് ചോദിക്കുന്ന വീഡിയോ ആണിത്. രണ്ടുപേരും എയർപോർട്ടിൽ വന്നിറങ്ങുകയും കാറിൽ പോവുകയും ചെയ്യുന്നൊരു വീഡിയോ. റേഞ്ച് റോവറിൽ ഇരുവരും വന്നെത്തിയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ആഘോഷമാക്കി. ഇരുവരും എവിടെ പോവുകയായിരുന്നു എന്നാണ് പിന്നീട് നടന്ന ചോദ്യം. അതിലൂടെ തന്നെ ഇവർ മോഹൻലാലിൻ്റെ അമ്മയെ കാണാൻ വന്നതാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സുചിത്ര ഒരു സാധാരണ മരുമകളാണ്. എല്ലാവരും കരുതും താരപത്നി ആയതുകൊണ്ട് തന്നെ അമ്മായിയമ്മയെ ആരും മൈൻഡ് ചെയ്യില്ല എന്ന്. എന്നാൽ വിവാഹം കഴിഞ്ഞു വന്ന നാളുകളെക്കുറിച്ച് സുചിത്രയുടെ ഓർമ്മകളെ പങ്കുവെച്ചുകൊണ്ട് നിരവധി പേർ എത്താറുണ്ട്. ഒരു സാധാരണ മരുമകളായിരുന്നു സുചിത്ര. വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അമ്മയോടൊപ്പം ഇരുന്ന് നാമജപം പറഞ്ഞ് സീരിയൽ കാണുന്ന സാധാരണ ഒരു അടുക്കളക്കാരിയായ വീട്ടമ്മയെ പോലെയായിരുന്നു. പിന്നീടാണ് മോഹൻലാലിനോടൊപ്പം യുഗങ്ങളൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയത്, പല സ്ഥലങ്ങളിലേക്കും പോകാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സുചിത്ര ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്നെങ്കിലും പഴയതൊന്നും മറന്നിട്ടില്ല. ഇപ്പോൾ മോഹൻലാലിനോടൊപ്പവും മക്കളോടൊപ്പമൊക്കെ പല സ്ഥലങ്ങളിൽ പോകാറുണ്ടെങ്കിലും പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഒന്നുമല്ലായിരുന്നു. അത് പറഞ്ഞേ മതിയാകൂ. കാരണം അത്രമാത്രം പ്രേക്ഷകരാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നവരും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം സുചിത്രയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ 100 നാവാണെന്ന് വിശേഷിപ്പിക്കുന്നവരാണ് കൂടുതലും. ഇപ്പോഴത്തെ സുചിത്രയും പ്രണവും മോഹൻലാലിൻ്റെ അമ്മയെ കണ്ട് മടങ്ങുന്ന ഒരു വീഡിയോ കൂടി വൈറലായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ്. തൻ്റെ പ്രണയത്തിൻ്റെ വഴി തുറന്നത് നടി സുകുമാരിയാണെന്നൊക്കെ സുചിത്ര വെളിപ്പെടുത്തിയിരുന്നു. ഒരു വിവാഹത്തിനിടെയാണ് മോഹൻലാലിനെ ആദ്യമായി സുചിത്ര കാണുന്നത്. ആ ദിവസം നടൻ അണിഞ്ഞ ഡ്രസ്സിൻ്റെ നിറം പോലും തനിക്ക് ഓർമ്മയുണ്ടെന്നാണ് സുചിത്ര പിന്നീട് ഒരിക്കൽ പറഞ്ഞിരുന്നത്. നിറയെ ലഗേജൊക്കെയായി എയർപോർട്ടിലേക്ക് റേഞ്ച് റോവർ കാറിൽ വന്നിറങ്ങുന്ന സുചിത്രയുടെയും പ്രണവിൻ്റെയും വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഇവരെന്തായാലും മോഹൻലാലിൻ്റെ വീട്ടിൽ പോയി മടങ്ങുകയാണ്. അമ്മുമ്മയെ കാണാൻ പ്രണവിനെയും കൂട്ടിയാണ് ഇത്തവണ സുചിത്ര എത്തിയത്. പ്രണവിനെ കാണണമെന്ന് അമ്മുമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എപ്പോഴും കറക്കമായി നടക്കുന്ന പ്രണവാണ്. അങ്ങനെ അധികം വീട്ടിൽ എത്താറുമില്ല. അതുകൊണ്ട് തന്നെ അമ്മുമ്മയ്ക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായപ്പോൾ സുചിത്ര മകനോട് എത്താൻ പറയുകയായിരുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. മോഹൻലാലിൻ്റെ എറണാകുളത്തെ വിസ്മയം വീട്ടിലാണ് അമ്മയ്ക്കൊപ്പം സുചിത്ര കഴിഞ്ഞിരുന്നത്. പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ തന്നെ അമ്മയ്ക്ക് എന്തുണ്ടെങ്കിലും ഓടിയെത്തുമായിരുന്നു സുചിത്ര. ശരിക്കും പറഞ്ഞാൽ മക്കളുടെ പഠനവും അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറുമൊക്കെ മുന്നിൽ കണ്ടാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറിയത്. അമ്മ സുഖമില്ലാതെ കിടന്നപ്പോഴൊക്കെയും എല്ലാം നോക്കിയത് സുചിത്രയായിരുന്നു. ഇപ്പോൾ അമ്മയെ കാണാൻ എത്തിയതാണ് മകൻ പ്രണവിനോടൊപ്പം സുചിത്ര. അതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തയും. സുചിത്രയ്ക്കൊപ്പം തന്നെയാണ് ക്യാമറ സഞ്ചരിക്കുന്നത്. എല്ലാവരും സുചിത്ര എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും സുചിത്ര ഒന്നും പറയുന്നില്ല. പിന്നീടാണ് അമ്മയെ കാണാൻ എത്തിയതാണെന്നും ഇരുവരും അമ്മയോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നും അറിയാൻ സാധിച്ചത്. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് സന്തോഷമായി. മോഹൻലാലിൻ്റെ അമ്മയോടൊപ്പം ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് കേട്ടപ്പോൾ, അതും സുചിത്ര ഉണ്ടായിരുന്നുവെന്ന് കേട്ടപ്പോൾ ഇരട്ടി സന്തോഷം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.